Ladies and gentlemen, this is Adarsh and welcome to My Ganedi. സോ നമ്മൾ ഇന്ന് ഒരു തമിഴ് സിനിമയെ പറ്റിയാണ് സംസാരിക്കാൻ പോണത്. അനുപമ പരമേശ്വരന്റെ ഒരു സിനിമ ഇന്നലെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോക്ക്ഡൗൺ. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഈ സിനിമയെ പറ്റി പറയുന്നതിന് മുമ്പ്, ആരെപ്പറ്റി പറയുന്നതിന് മുമ്പ് വി ഷുഡ് ടോക്ക് അബൌട്ട് അനുപമ. കാരണം ആളില്ലെങ്കിൽ പടമില്ല. വിത്തൗട്ട് ഹെർ ദിസ് മൂവി ഇസ് നത്തിങ്. സോ ഇതൊരു സ്ലോ പേസ്ഡ് ഡ്രാമയാണ്, ഇതൊരു ത്രില്ലർ ആണ് പറഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞാൽ അട്ടർ ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കും. ഇതൊരു സ്ലോ പേസ്ഡ് ഡ്രാമയാണ്. ഇതിന്റെ ടൈറ്റിൽ എന്താ? ലോക്ക്ഡൌൺ. അപ്പൊ ഈ ഐസൊലേഷനും പരിപാടിയും ഇതൊക്കെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. വൻ സാധനങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. സോ അനുപമയുടെ ഒരു പെരിയ ഫാൻ അല്ല ഞാൻ. ആളുടെ പണ്ടത്തെ പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സ്റ്റുപ്പിഡ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പ്രേമം ഇറങ്ങിയ സമയത്ത് നാഷണൽ ക്രഷ് ആണ്, വേൾഡ് ക്രഷ് ആണ് പറഞ്ഞിട്ട് കുറെ എണ്ണം നടക്കണ്ടായിരുന്നു. നമ്മൾ അതിന്റെ ഭാഗമൊന്നുമല്ല. പക്ഷെ ആളുടെ റീസെന്റ് സിനിമാസ് നോക്ക്. ഷി വാസ് എ പാർട്ട് ഓഫ് ഡ്രാഗൺ. ആ ഡ്രാഗണിൽ ഒരു ക്യാരക്ടർ പെട്ട ക്യാരക്ടർ ആയിരുന്നു. കിഡ് പെർഫോമൻസ് ആയിരുന്നു. ഷി വാസ് എ പാർട്ട് ഓഫ് ബൈസൺ. നൈസ് പെർഫോമൻസ് ആയിരുന്നു. പർദ പറഞ്ഞിട്ട് ആളൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബോക്സ് ഓഫീസ് നമ്പേഴ്സിനെ പറ്റിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അത് നല്ല രസമുള്ള ഒരു പടം. കുറച്ച് വലിപ്പിക്കലുണ്ട്, ഡ്യൂറേഷൻ കൂടുതലായുണ്ട്. സ്റ്റിൽ ദാറ്റ്സ് എ വെരി നൈസ് മൂവി. ആൻഡ് നൗ ഇപ്പൊ നോക്ക്, ലോക്ക്ഡൗൺ. ഏജാതി പെർഫോമൻസ്. വാച്ച് എൻ ആക്ടർ, വാച്ച് എ പെർഫോമർ. സി അനുപമയുടെ ഇത്രയും കാലമുള്ള എല്ലാ പടങ്ങളും എടുത്തു നോക്കിയാലും ദിസ് ഇസ് എ ബെസ്റ്റ് പറഞ്ഞ അജാതി പെർഫോമൻസ് ആണ്. ഈ സിനിമയെ പറ്റിയിട്ട് രണ്ട് അഭിപ്രായം ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. കാരണം എല്ലാ പടത്തിനും ഫ്ലോസ് ഉണ്ടാവും, ഡ്രോബാക്സ് ഉണ്ടാവും. പക്ഷെ ആളുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് ഒരു നെഗറ്റീവും പറയാനില്ല. അജാതി കിഡു സാധനമായിരുന്നു. വിത്തൗട്ട് ഹെർ ദിസ് മൂവി ഇസ് നത്തിങ്. സോ എനിക്ക് അറിയില്ല വേറെ ഒരു ആക്ടർ ചെയ്താലും ഇത്ര കിടുവാവില്ല. അജാതി പെർഫോമൻസ് ആയിരുന്നു. സി അനുപമ ഇതിൽ ക്യൂട്ട്നെസ് കാണിക്കുന്നുണ്ട്. ആദ്യത്തെ കുറച്ച് പോർഷൻ ഉണ്ട്, ആളുടെ മുടിയെ ട്രോളിയിട്ടും അതേപോലത്തെ മുടിക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് ഒരിക്കലും നമുക്ക് വെറുപ്പിക്കലായി തോന്നില്ല. ആൻഡ് ഇമോഷണൽ സീനൊക്കെ ആള് പണി വെച്ചിരിക്കുന്നത് കാണണം മോനെ. കിടു പെർഫോമൻസ് ആയിരുന്നു. സോ ഈ സിനിമ ഈ ലോക്ക്ഡൌൺ പരിപാടിയിലോട്ട് വരുന്നത് സെക്കൻഡ് ഹാഫിലാണ്. ഫസ്റ്റ് ഹാഫില് ഈ ഫാമിലി അവർ തമ്മിലുള്ള ബോണ്ടിങ്, ആ കൊച്ചിന് ജോലിയില്ല, ഷീസ് അൺഎംപ്ലോയിഡ്. ഇപ്പൊ ജോലി തപ്പല് പരിപാടിയൊക്കെയാണ് പറഞ്ഞു പോണത്. ആൻഡ് ഇതിൽ ഓൾമോസ്റ്റ് എവറി സീൻ ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഇസ് പ്രെഡിക്റ്റബിൾ. സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സ് പോർഷൻ ദാറ്റ് വാസ് വെരി ഡിസ്റ്റർബിങ്. ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു, സങ്കടം വന്നു. ഐ ആം ലിറ്ററലി ഷോർട്ട് ഓഫ് വേർഡ്സ്. കാരണം ആ ഒരു ഫീലിംഗ് ആണ്. ഈ പണ്ടാരത്തിൽ നിന്ന് പുറത്ത് കടക്കണം എന്ന് വെച്ചാൽ ഇനി എത്ര ദിവസം എടുക്കുന്ന അറിയില്ല. ഒരു വൃത്തികെട്ട പരിപാടിയായിരുന്നു കേട്ടോ അത്. ഇങ്ങനെ ക്ലൈമാക്സ് കൊണ്ടേ നിങ്ങൾ നിർത്തരുത്. ആൻഡ് അതും ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ് പറയുമ്പോൾ ദാറ്റ്സ് ഈവൻ ഹോണ്ടിങ്. സോ പെർഫോമൻസ് വൈസ് എല്ലാവരും അടിപൊളിയായിരുന്നു. നമ്മൾ അനുപമയൊക്കെ പീക്ക് പെർഫോമൻസ് ആയിരുന്നു. അനുപമയുടെ ഫ്രണ്ട് ആയിട്ട് അഭിനയിച്ച കൊച്ചു നല്ല പെർഫോമൻസ് ആയിരുന്നു. ഡെഫിനറ്റ്ലി റൈറ്റിംഗിൽ അത്യാവശ്യം ഫ്ലോസ് ഉണ്ട്. കാരണം ഇതിന്റെ സെക്കൻഡ് ഹാഫ് ആവുന്ന സമയത്ത് ഇത് ഒരിക്കലും ഒരു ത്രില്ലർ മോഡിലോട്ട് പോകുന്നില്ല. ഡ്രാമ ആ പരിപാടി പിടിച്ചിട്ട് തന്നെയാണ് വരുന്നത്. സീൻ ബൈ സീൻ റിപ്പീറ്റേഷൻ ആണ്. ഇവർ ഒരാളെ കാണാൻ പോകുന്നു, കോവിഡ് ആണ് പറയുന്നു, വീണ്ടും കാണാൻ പോകുന്നു, കോവിഡ് ആണ് പറയുന്നു, വീണ്ടും കാണാൻ പോകുമ്പോൾ അയാൾ തട്ടിപ്പോയി പറയുന്നു, വീണ്ടും ഒരുത്തം പറ്റിക്കുന്നു, മറ്റവനെ കാണാൻ പോകുന്നു. റിപ്പീറ്റേഷനും സീൻസ് അത് ഭയങ്കര ശോകമായിരുന്നു. അങ്ങനല്ലേ, റൈറ്റിംഗിൽ അത്യാവശ്യം ഫ്ലോസ് ഉണ്ട്. പക്ഷെ അപ്പോഴും ഇത് മുങ്ങാതെ പിടിച്ചു നിർത്തുന്നത് അനുപമയുടെ പെർഫോമൻസ് ആണ്. ഐ ഫൈൻഡ് ദിസ് മൂവി നൈസ്. കാരണം അനുപമയുടെ പെർഫോമൻസ് കാരണം ഇത് നൈസാണ്. ഇപ്പൊ വേറെ ആരെങ്കിലും ചെയ്തെന്ന് വെച്ചാൽ ചിലപ്പോൾ എന്റെ ഒപ്പീനിയൻ ഡിഫറെന്റ് ആയേനെ. സോ ദിസ് ഇസ് ആക്ച്വലി നൈസ് ഫിലിം. പേഴ്സണലി എനിക്ക് അതൊരു ഡ്രാമ എന്നുള്ള രീതിയിൽ കാണണം, അല്ലാതെ ത്രില്ലർ എന്നുള്ള രീതിയിലോട്ട് പോയാൽ വർക്കാവുകയില്ല. സോ ഞാൻ ആദ്യം വിചാരിച്ച് രാജ്കുമാർ റാവുവിന്റെ 2016 ട്രാപ്ഡ് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് അങ്ങേര് ഒരു ഫ്ലാറ്റിൽ കുടുങ്ങിയിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നതും. ഞാൻ ഇത് അങ്ങനെ ആയിരിക്കുന്ന വിചാരിച്ചത്, ഐസൊലേഷൻ. പക്ഷെ അതിന്റെ ഇടയിൽ വേറെ കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ഹിന്റ് നമുക്ക് പല സീനിലും കിട്ടും. അതെന്താണ് ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ഒരു രസവും ഉണ്ടാവില്ല. ആൻഡ് ഇതിലത്തെ സോങ്സ് കിടുവായിരുന്നു. ദാറ്റ് വാസ് വെരി നൈസ് ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ആരാ അതിന്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് എനിക്കറിയില്ല. സോ വേണ്ടവർ കണ്ടു നോക്കുക. തമിഴ് പടമാണ്, തെലുങ്ക് ഭാഷയിലും അവൈലബിൾ ആണ്. സോ ലോക്ക്ഡൌൺ is streaming on Amazon Prime.